ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് 2024 ഈ വർഷം നടന്ന കേരള SSLC എക്സാം റിസൾട്ടും DHSC VHSC കേരള +2 എക്സാം റിസൾട്ടും നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് പെട്ടെന്ന് എളുപ്പത്തിൽ എങ്ങനെ ഓൺലൈനായിട്ട് ചെക്ക് ചെയ്ത് അറിയാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ ഭാഗത്ത് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. തീർച്ചയായിട്ടും ഈ വീഡിയോ SSLC +2 വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കണ്ടിട്ട് ഈ വീഡിയോ മാക്സിമം വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. തീർച്ചയായിട്ടും ഇത് SSLC +2 വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും. ഇതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന പുതിയ പുതിയ വീഡിയോസ് യൂട്യൂബിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ ഈ വീഡിയോക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇത്രയും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പുതിയ പുതിയ വീഡിയോസ് യൂട്യൂബിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ്. അതിനായി ഞാൻ ഈ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ സഫലം എന്ന ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈൽ ഫോണിൽ ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് ഈ ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈൽ ഫോൺ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസിൽ ഓപ്പൺ ആയിട്ട് വരും. ഇതിലൂടെ SSLC DHSC VHSC +2 എക്സാം റിസൾട്ട് ഓൺലൈനായിട്ട് ചെക്ക് ചെയ്ത് അറിയാനുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് സെലക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ഈ വർഷം നടന്ന കേരള SSLC +2 എക്സാം റിസൾട്ട് ഓൺലൈനായിട്ട് ഇവിടുന്ന് ചെക്ക് ചെയ്ത് അറിയാൻ സാധിക്കും. അപ്പോൾ നമുക്കിവിടെ ഈ വർഷം നടന്ന നമ്മുടെ കേരള SSLC എക്സാം റിസൾട്ട് ഓൺലൈനായിട്ട് ചെക്ക് ചെയ്ത് അറിയാൻ വേണ്ടി ഇവിടെ കാണുന്ന SSLC എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ അടിയിൽ കാണുന്ന രജിസ്റ്റർ എന്ന ഭാഗത്ത് നമ്മുടെ SSLC എക്സാം രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനിടയിൽ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന ഭാഗത്ത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം താഴെ കാണുന്ന സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അന്നേരം ഈ വർഷം നടന്ന നമ്മുടെ കേരള SSLC എക്സാം റിസൾട്ട് ഇതുപോലെ വരും. ഇവിടുന്ന് നമുക്ക് ഈ വർഷം നടന്ന നമ്മുടെ കേരള SSLC എക്സാം റിസൾട്ട് ഓൺലൈനായിട്ട് ചെക്ക് ചെയ്ത് അറിയാം. അതോടൊപ്പം ഈ SSLC എക്സാം റിസൾട്ട് മാർക്ക് ലിസ്റ്റ് നമുക്ക് ഇവിടുന്ന് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുകയോ ഡൗൺലോഡ് ചെയ്തെടുക്കുകയോ ചെയ്യാം. അടുത്തത് ഈ വർഷം നടന്ന നമ്മുടെ DHSC VHSC കേരള +2 എക്സാം റിസൾട്ട് ഓൺലൈനായിട്ട് എങ്ങനെ ചെക്ക് ചെയ്ത് അറിയാമെന്ന് നോക്കാം. അതിനായി ഇതിലിവിടെ HSC എന്ന് പറഞ്ഞാൽ DHSC ആണ്. DHSC VHSC എന്നീ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നമ്മുടെ ഏത് +2 റിസൾട്ടാണ് അത് സെലക്ട് ചെയ്യുക. ഞാനിപ്പം HSC സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ അടിയിൽ രജിസ്റ്റർ നമ്പർ എന്ന ഭാഗത്ത് നമ്മുടെ +2 എക്സാം രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഇടയിൽ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന ഭാഗത്ത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും കൂടി എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം താഴെ കാണുന്ന സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അന്നേരം ഈ വർഷം നടന്ന നമ്മുടെ DHSC കേരള +2 എക്സാം റിസൾട്ട് ഇതുപോലെ വരും. ഇവിടുന്ന് നമ്മുടെ ഈ വർഷം നടന്ന കേരള DHSC +2 എക്സാം റിസൾട്ട് ഓൺലൈനായിട്ട് ചെക്ക് ചെയ്ത് അറിയാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം ഈ +2 എക്സാം റിസൾട്ടിൻ്റെ മാർക്ക് ലിസ്റ്റ് നമുക്ക് ഇവിടുന്ന് സ്ക്രീൻഷോട്ട് എടുക്കുകയോ ഡൗൺലോഡ് ചെയ്തെടുക്കുകയോ ചെയ്യാം. ഇതേപോലെ തന്നെയാണ് ഈ വർഷം നടന്ന നമ്മുടെ VHSC കേരള +2 എക്സാം റിസൾട്ട് ഓൺലൈനായിട്ട് ചെക്ക് ചെയ്ത് അറിയാൻ സാധിക്കുക. അതിനായിട്ട് ഇവിടെ VHSC എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ നമ്മുടെ VHSC +2 എക്സാം രജിസ്റ്റർ നമ്പറും നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് താഴെ കാണുന്ന സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഈ വർഷം നടന്ന DHSC കേരള +2 എക്സാം റിസൾട്ട് ഓൺലൈനായിട്ട് ഇവിടുന്ന് ചെക്ക് ചെയ്ത് അറിഞ്ഞ പോലെ തന്നെ ഈ വർഷം നടന്ന നമ്മുടെ VHSC കേരള +2 എക്സാം റിസൾട്ടും ഇവിടുന്ന് ഓൺലൈനായിട്ട് ചെക്ക് ചെയ്ത് അറിയാൻ സാധിക്കുന്നതാണ്. പിന്നെ ഈ ആപ്ലിക്കേഷനിൽ താഴെ റിസൾട്ട് അനലൈസിസ് എന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ആപ്പിൽ ചെക്ക് ചെയ്ത റിസൾട്ടൊക്കെ നമുക്ക് അനലൈസ് ചെയ്തിട്ട് അറിയാൻ പറ്റും. അതുപോലെ അതിൻ്റെ ഇപ്പുറം സെർച്ച് ഹിസ്റ്ററി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ആപ്ലിക്കേഷനിൽ ചെക്ക് ചെയ്ത് അറിഞ്ഞ SSLC +2 എക്സാം റിസൾട്ടിൻ്റെ ഹിസ്റ്ററി നമുക്ക് ഇവിടെ കാണാം. അടുത്തത് ഈ ആപ്ലിക്കേഷനിൽ താഴെ ഡൗൺലോഡ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഈ ആപ്ലിക്കേഷനിൽ SSLC +2 എക്സാം റിസൾട്ട് ഓൺലൈനായിട്ട് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ മാർക്ക് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഡൗൺലോഡ് സെക്ഷനിൽ അത് കാണും. അതുപോലെ ഈ ആപ്ലിക്കേഷനിൽ താഴെ അബൌട്ട് എന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ ഈ ആപ്ലിക്കേഷൻ്റെ അബൌട്ട് വരും. ഇത് പവർഡ് ബൈ കൈറ്റ് എന്ന് പറയുന്ന ഗവൺമെൻറ് വെബ്സൈറ്റ് ആണ് ഇതിൽ എക്സാം റിസൾട്ട് എല്ലാം പബ്ലിഷ് ചെയ്യുന്നത്. എന്തായാലും ഇങ്ങനെയാണ് നമ്മുടെ ഈ വർഷം നടന്ന കേരള SSLC എക്സാം റിസൾട്ടും DHSC VHSC കേരള +2 എക്സാം റിസൾട്ടും നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് പെട്ടെന്ന് എളുപ്പത്തിൽ ഓൺലൈനായിട്ട് ചെക്ക് ചെയ്ത് അറിയാൻ സാധിക്കുക. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. താങ്ക് യു, ബൈ ബൈ.